Hi dears, welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പാവയ്ക്കത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാവയ്ക്കത്തോരൻ ഉണ്ടാക്കാൻ പഠിക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ അതിൻ്റെ കയ്പ്പാണല്ലേ. അപ്പോൾ ഒട്ടും കയ്പ്പില്ലാതെ തന്നെ നമുക്ക് പാവയ്ക്കത്തോരൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒട്ടും കയ്പ്പില്ലാതെ എങ്ങനെ പാവയ്ക്കത്തോരൻ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഒട്ടും സമയങ്ങളാതെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ചെറിയ പാവയ്ക്ക ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ ചെറിയ 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പാവയ്ക്ക തോരനിലോട്ട് ക്യാരറ്റ് കൂടി ചേർക്കുമ്പോൾ ആ ഒരു പാവയ്ക്ക തോരൻ്റെ കയ്പ്പ് കുറയും. ഇപ്പം ഞാനിത് പാവയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതുപോലെ ക്യാരറ്റ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനത്തെ ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ഒരു ബൗളിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് സവാളയാണ്. ഞാൻ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു സവാള കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എരിവിന് ആവശ്യത്തിന് പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ളു മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിന് പകരമായിട്ട് പച്ചമുളക് മാത്രം ചേർത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഇത് നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കടുക് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പാവയ്ക്കും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. ഈ ഒരു ടൈം നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇത് ആ ചെറിയ തീ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിലോട്ട് പെട്ടെന്ന് വേവാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ഒരു തോരൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ തീയിൽ കിടന്നിട്ട് വേണം വെന്ത് വരാനായിട്ട്. ഇനി നമുക്ക് അടപ്പൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാവയ്ക്ക തോരനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. തോരൻ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങയാണ്. തേങ്ങ ഇല്ലാതെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ തേങ്ങ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങ ലൈറ്റായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാവയ്ക്കയുടെ കയ്പ്പൊന്നും പെട്ടെന്ന് അറിയത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു കയ്പ്പ് കൂടി പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാവയ്ക്ക കട്ട് ചെയ്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റിന് ശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ പാവയ്ക്കയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു വെള്ളത്തിൽ നിന്ന് നമ്മുടെ പാവയ്ക്ക പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് സാധാരണ പോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പാവയ്ക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.